ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും KL39ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നാനാച്ചിയിലാണ്. നാനാച്ചിയിലെ പാർട്ട് 2വിൻ്റെ വിഷയമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പാർട്ട് 1 കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും വീഡിയോ കണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഏതായാലും യാത്ര മുന്നോട്ട് പോകാൻ നമുക്ക് ആദ്യമായിട്ട് സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒരു കൂട്ടം മാനുകളുടെ മനോഹരമായ വിഷയമാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലായതുകൊണ്ട് മഴയുള്ളതുകൊണ്ട് കാടിൽ നല്ല പച്ചപ്പും അതിൻ്റെ കൂടെ തന്നെ മാനുകളുടെ പുല്ലുമേയുന്ന മനോഹരമായ വിഷയം നമുക്ക് എടുക്കാൻ സാധിച്ചു. നിങ്ങളും ഫാമിലിയായിട്ട് വരാൻ ശ്രമിക്കുക. ഈ ഒരു സമയങ്ങളിൽ കാടിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് സർപ്പൻറ്റീകളുടെ ഒരു അടിപൊളി വിഷലാണ്. നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെയായിരുന്നു ഈ ഒരു സൈറ്റിംഗ് കിട്ടിയത്. ഈ ഒരു യാത്രയിൽ നമുക്ക് ഏകദേശം 10ഓളം സർപ്പൻറ്റീകളുടെ സൈറ്റിംഗ് കിട്ടിയായിരുന്നു. അതിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ് മാത്രമാണ് നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് പിടിയുന്നൊരു മ്ലാവ് നമ്മുടെ വണ്ടിക്ക് ക്രോസ് ചെയ്ത് പോയി. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് മറ്റേതെങ്കിലും ആനിമൽസ് അതിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ്. പിന്നെയാണ് കാര്യം മനസ്സിലായത്, തൊട്ട് താഴെ തന്നെ ഒരു കൂട്ടം മ്ലാവുകൾ വേറെ ഉണ്ടായിരുന്നു. വെള്ളത്തിലിറങ്ങി പായൽ തിന്നുന്ന ഒരു അടിപൊളി വിഷ്വലാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ മ്ലാവുകളുടെ വിഷ്വലൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ തൊട്ട് റൈറ്റ് സൈഡിൽ നിന്ന് വേറൊരാളുടെ ഒരു വിഷ്വലും കൂടി കിട്ടി. നോക്കി, ഒരു വലിയ കൊമ്പനാന വെള്ളത്തിലിറങ്ങി നീരാടുന്ന ഒരു അടിപൊളി കാഴ്ച. കർണാടകയിലെ ആനകൾക്ക് കേരളത്തിലെ ആനകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി കൊമ്പിന് നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വിഷ്വലിൽ കണ്ടറിയാൻ പറ്റും ആ ഒരു ആനയുടെ കൊമ്പിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തതായിട്ട് സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ക്രസ്റ്റഡ് ഹോക്ക് ഈഗിളിൻ്റെയാണ്. ഇത് വളരെ ഭംഗിയാണ് ഇതിനെ കാണാനൊക്കെ ആയിട്ട്. കാരണം ഇതിൻ്റെ മലയാളത്തിലെ പേര് വന്നിട്ട് കിന്നരിപ്പരുന്നാണ്. ആളുടെ രൂപവും ഭാവവും ഭംഗിയൊക്കെ ആയിട്ട് ഒട്ടും മാച്ചിങ് ഇല്ലാത്തൊരു പേരാണ് മലയാളത്തിൽ. എന്തായാലും ഇംഗ്ലീഷ് നാമമാണ് ഏറ്റവും കൂടുതൽ ആൾക്ക് ചേരുന്നത്.
ഇവരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ടീം. എൻ്റെ കൂടെ ഇരിക്കുന്നത് വണ്ടർല സ്റ്റോറീസിലെ നിതിൻ ചേട്ടൻ, തൊട്ട് ബാക്കിലിരിക്കുന്നത് ജോൺ റോ, ഏറ്റവും ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ഷെഹനാസ്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ജോയിൻ ചെയ്തതാണ്. പിന്നെ ഇത് എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരാൾ നമ്മുടെ സന്തോഷേട്ടനാണ്. സന്തോഷേട്ടനാണ് നമുക്ക് ഇത്ര നല്ലൊരു ടൂർ അറേഞ്ച് ചെയ്യുന്നത്. എന്തായാലും സന്തോഷേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നാനാച്ചി വന്നു പോയിട്ടുള്ള എല്ലാവർക്കും തന്നെ സന്തോഷേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയും നല്ലൊരു മെമ്പറാണ്. യാത്ര പോകുന്ന സ്ഥലത്ത് അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് മാക്സിമം സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ യാത്ര ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസും കൂടി ആയിട്ട് അയയ്ക്കുക. എന്തായാലും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ഥലമാണ് നമ്മുടെ നാനാച്ചി. മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ ഫാമിലി ആയിട്ട് വരിക. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ജംഗിൾ സഫാരി ടൈം ഏകദേശം തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന്, അതായത് നാനാച്ചിയിൽ നിന്ന് കബനിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ സന്തോഷമായിട്ട് നമുക്കൊരു ഓപ്ഷൻ പറഞ്ഞു. നമുക്ക് കാട്ടിലൂടെ നമ്മുടെ ഓൺ വെഹിക്കിളിന് യാത്ര ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു 40 കിലോമീറ്റർ നമുക്ക് കാട്ടിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അതിനായിട്ട് നമ്മൾ 6 മണിക്ക് തന്നെ നാനാച്ചിയിൽ നിന്ന് എൻട്രൻസ് ഫീ അടച്ച് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് പോകേണ്ടത് നമ്മുടെ ഓൺ വെഹിക്കിളിന് 40 കിലോമീറ്റർ കവർ ചെയ്ത് നേരെ കബനിയിലേക്കാണ്. അപ്പം നേരെ നമ്മൾ നാനാച്ചിയിൽ നിന്നും കബനിയിലേക്കുള്ള ഫോറസ്റ്റ് യാത്രയിലെ കാഴ്ചകളിലേക്ക് പോകാം.